പത്രത്തിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ വേദയാണെങ്കിൽ പായസത്തിൽ ഉറക്കഗുളിക കലക്കിയാണെങ്കിൽ സിഗരറ്റിലേക്ക് കുടിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് നന്ദിനി വരികയാണ്. നന്ദിനി ചോദിക്കുകയാണ്, ഇതെന്തുവാ പായസം? അതെന്താ, എനിക്കില്ലേ, എനിക്കും വേണമെന്ന് നന്ദിനി പറയുകയാണ്. ഇല്ല, ഇത് വിക്രമിന് കൊടുക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ആഹാ, വിക്രമിന് കൊടുക്കാനുണ്ടെങ്കിൽ പിന്നെ വിനായകേട്ടൻ എന്താ കൊടുക്കാത്തത്? അപ്പം വേദ പറയണം, ഇത് വിക്രമിന് മാത്രമേ ഉള്ളൂന്ന് പറയുകയാണ്. അത് പറ്റത്തില്ല, എനിക്കും വേണമെന്ന് പറഞ്ഞ് വേദയുടെ കയ്യിൽ നിന്ന് അത് ബലം പ്രയോഗിച്ച് വാങ്ങിച്ച് നന്ദിനി അങ്ങ് കുടിക്കുക. ഇത് കുടിച്ചാൽ എന്ത് സംഭവിക്കുന്നത് ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് നന്ദിനി കുടിക്കുന്നത്. കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കൊള്ളാം, സൂപ്പർ പായസം, എന്നെ ഞാൻ പോയി കിടക്കട്ടെ എന്നും പറഞ്ഞ് നന്ദിനി അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്ക് ശ്രീജയ്ക്ക് പേടിയായി. ശ്രീജ ചോദിക്കുക, വേദേ വല്ലതും സംഭവിക്കുമോ? എന്തോ സംഭവിക്കാൻ നന്ദിനി വീട്ടെത്തി. കുറച്ച് നേരം സംസാരം ഇല്ലാതെ അവിടെ കാണും പോയി സ്വസ്ഥമായിട്ട് കിടന്നോളും, നമുക്കൊരു സമാധാനം കിട്ടുമെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് ബാക്കി പായസം എടുത്തുകൊണ്ട് അതിനകത്തും ഉറക്കഗുളിക എടുത്തിട്ട് വേദ കലക്കിയിട്ട് ശ്രീജേട്ടത്തേക്ക് കൊടുക്കണം. ശ്രീജേട്ടത്തി ഇത് കൊണ്ടുപോയി വിക്രമിന് കൊടുക്കും. ഞാനോ? ശ്രീജേട്ടത്തി കൊടുത്താൽ വിക്രം കുടിക്കത്തുള്ളൂ, വേദയും കൂടെ വാ. അപ്പം വേദ പറയണം, ഇല്ലില്ല ഞാൻ വരുന്നില്ല, ശ്രീജേട്ടത്തി കൊണ്ടുപോയി കൊടുക്കുക, എന്നാലേ ശരിയാവത്തുള്ളൂ എന്ന് പറയുകയാണ്. എനിക്ക് പേടിയാവുന്നു. എന്തിനാ പേടിക്കുന്നത്? ഞാനും വരുന്നുണ്ട്, ശ്രീജേട്ടത്തി പൊക്കോ, എന്ത് പേടിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല, ഒന്നും സംഭവിക്കത്തില്ല, ഇച്ചിരി നേരം ഉറങ്ങും, അല്ലാതെ ഒന്നും സംഭവിക്കത്തില്ല. അങ്ങനെ ശ്രീജയാണെങ്കിൽ ആ പായസമായിട്ട് വിക്രമിൻ്റെ അടുത്തിട്ട് പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് വിക്രമിന് പായസം കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിക്രം ചോദിക്കുകയാണ്, ഇന്ന് എന്താ വിശേഷം ശ്രീജേട്ടത്തി? അപ്പോൾ ശ്രീജ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് വേദ അങ്ങോട്ട് വന്നിട്ട് പറയാം, പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, പായസം വെച്ചപ്പോൾ ശ്രീജേട്ടത്തി പറഞ്ഞ് നിങ്ങൾക്ക് കുറച്ച് തരാമെന്ന്, അത്രേ ഉള്ളൂ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അവിടെ കാണും വെച്ചേരെ എന്ന് വേദ പറയാണ്. അപ്പം വിക്രം പറയുന്നത്, അത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം, ശ്രീജേട്ടത്തി കൊണ്ടുവന്നില്ലേ ഇങ്ങിത്താ എന്നും പറഞ്ഞ് വിക്രം വാങ്ങിച്ചങ്ങ് കുടിക്കുകയാണ്. അപ്പോഴത്തേക്ക് ശ്രീജയ്ക്ക് ഭയങ്കര ടെൻഷനെ കൊണ്ടിങ്ങനെ വേദയും നോക്കുന്നത്. അപ്പോൾ വേദ ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ കാണിക്കുകയാണ്. അപ്പോഴത്തേക്ക് വിക്രമാണെങ്കിൽ പായസം കുടിച്ച് ഗ്ലാസ് അങ്ങ് കൊടുക്കുകയാണ്. ഗ്ലാസ് കൊടുക്കുമ്പോഴത്തേക്ക് അതും കൊണ്ട് ശ്രീജി അങ്ങ് പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് വിക്രമിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. അപ്പോൾ ഫോൺ എടുത്തിട്ട് വിക്രം പറയാണ്, നിങ്ങളിവിടെ എത്തുമ്പോഴത്തേക്ക് എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഇറങ്ങി വരാം എന്ന് പറയാണ്. എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് വെക്കുകയാണ്. വെച്ചിട്ട് വിക്രം അവിടെ അങ്ങോട്ട് കിടക്കുകയാണ്. കിടക്കുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് ഓട്ടുവായൊക്കെ വന്ന് വിക്രം അങ്ങ് ഉറങ്ങുന്നുണ്ട്. ഈ സമയത്ത് നന്ദിനിയാണെങ്കിൽ ഒരു ബോധവും ഇല്ലാതെ കിടന്നുറങ്ങുവാണ്. അപ്പോൾ വിനായകൻ വന്നിട്ട് നന്ദിനിയെ ഇവിടുന്ന് വിളിക്കുന്നുണ്ട്. നന്ദിനിക്ക് ഒരു അനക്കവും ഇല്ല. നന്ദിനി, ഇവർക്ക് എന്തുവാണ്, ഞാൻ ഉറങ്ങിയാലും ഉറങ്ങത്തില്ല, എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഇവൾക്കിന്ന് എന്തോ പറ്റി? എന്തായാലും ഇന്നൊരു സമാധാനം, ചോദ്യമൊന്നുമില്ല, സമാധാനത്തിൽ എനിക്ക് എവിടെയെങ്കിലും കിടക്കാമല്ലോ എന്നും പറഞ്ഞു വിനായകൻ ഇരിക്കുന്നു. എന്നാൽ ഇവർക്ക് എന്തോ പറ്റി ഇത്ര ഉറങ്ങാൻ എന്ന് വിനായകൻ ചിന്തിക്കുന്നുണ്ട്. അപ്പം നന്ദിനിയും കൂക്കം വലിച്ച് ഉറക്കമാണ്. പിന്നെ കാണിക്കുന്നത് ശ്രീജയാണെങ്കിൽ വന്ന് വിശ്വത്തിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വിശ്വം പറയാണ്, നിങ്ങളത് ചെയ്ത കാര്യം അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്നല്ല അറിയാവോ? ആ കൂട്ടത്തിൽ നീയും നീയും അവനെ പറ്റിച്ചെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവന് ദേഷ്യം വരത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശ്രീജ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ വേദ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ വേദ പറയണേ, ഇല്ല വിശ്വട്ടാ, ആ ഒരു സംഭവത്തിന് തട്ടിക്കൊണ്ട് പോകുന്ന സംഭവത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ്, ഇന്നത്തേക്ക് മാത്രം ചെയ്തതാണ്, നാളെ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല, എന്നാലും ശ്രമിക്കും, പോവാതിരിക്കാൻ പരമാവധി ശ്രമിക്കുമെന്ന് വേദ പറയുകയാണ്. പിന്നെ കാണിക്കുന്നത് വിക്രത്തിനെ തിരക്കി അവർ വന്നേക്കുന്നു. പുറത്ത് വന്നങ്ങ് ഹോൺ അടിക്കുകയാണ് വിക്രം ഇറങ്ങി വരാൻ. എന്നിട്ട് വിക്രത്തെ കിടന്ന് വിളിക്കുകയും ചെയ്യുന്നുണ്ട്, ഫോണിൽ വിളിക്കുന്നുണ്ട്. ബെല്ലടിച്ചിട്ട് വിക്രം ഉണരാതിരിക്കാൻ വേദയാണെങ്കിൽ ഫോൺ എടുത്ത് സൈലൻ്റാക്കി വെക്കുന്നുണ്ട്. വേദയാണെങ്കിൽ ജനലിൻ്റെ ഇടയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ വണ്ടി വന്ന് കിടപ്പുണ്ട്, വിക്രത്തെയും കൊണ്ടുപോകാൻ വേണ്ടിയുള്ള വണ്ടി. വേദയാണെങ്കിൽ അവിടുത്തെ ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്യും. കുറേ നേരം അവിടെ കിടന്ന് ഹോൺ അടിക്കും, ആരും ഇറങ്ങി വരാത്തത് കൊണ്ട് അവസാനം അവരങ്ങ് പോവുകയാണ്. വേദയാണെങ്കിൽ ഈ വിക്രമൻ്റെ കൂർക്കപ്പലി കാരണം ഉറങ്ങാനും പറ്റുന്നില്ല. വേദയാണെങ്കിൽ അത്രയ്ക്ക് ഉറക്കമാണ് വിക്രം. വേദ ഇങ്ങനെ ഉറങ്ങാതെ എണീച്ചിരിക്കുക, കൂർക്കം വലി സഹിക്കാൻ വിക്രം ഇതൊന്നും അറിയാതെ കിടന്നുറങ്ങുകയാണ്. ഇതൊക്കെയാണ് നാളത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.